ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും ചർച്ചാ വിഷയം ഡീപ് സീക്കും ചാറ്റ് ജി പി ടിയുമാണ്. ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നിർമ്മിച്ചിരിക്കുന്ന ഒരു എ ഐ ടൂളാണ്. അതുപോലെ തന്നെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ ചൈന നിർമ്മിച്ചിരിക്കുന്ന ഒരു എ ഐ ടൂളാണ്. അപ്പോൾ ഇവിടെ പല ആളുകളും പല കമ്പാരിസൺ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം അവർ പറയണത് ഡീപ് സീക്ക് എന്ന് പറയുന്നത് വളരെ മിനിമം റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ്. ചാറ്റ് ജി പി ടിക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ രണ്ടിനെയും അങ്ങനെ അങ്ങോട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടും ടെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന എ ഐ ടൂൾസ് ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ചാറ്റ് ജി പി ടിനെ കൊണ്ടും അതുപോലെ തന്നെ ഡീപ് സീക്കിനെ കൊണ്ടും ഒരു കഥയും, അതായത് ഒരു ചെറുകഥയും ഒരു ചെറിയൊരു 4 വരിയുള്ള ഒരു കവിതയും പിന്നെ ഒരു കമ്പാരിസണും ചെയ്യിപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരത്തെ തന്നെ ഈ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരെ കൊണ്ടും കഥയും കവിതയൊക്കെ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ചാറ്റ് ജി പി ടിനെ കൊണ്ട് ഞാൻ അവസാനം എഴുതിച്ചതൊരു കഥയായിരുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് എ കൗ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കഥ എഴുതിച്ചിട്ടുണ്ട് ചാറ്റ് ജി പി ടിനെ കൊണ്ട്. ഇതാണ് ചാറ്റ് ജി പി ടി എഴുതി തന്ന കഥ. നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ കോപ്പി ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ മലയാളത്തിൽ അത് മാറിയിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ ഡീപ് സീക്കിനെ കൊണ്ടും എഴുതിച്ചിട്ടുണ്ട്. സെയിം തന്നെ ആണ് ഞാൻ എഴുതിച്ചിരിക്കുന്നത്. റൈറ്റ് എ സ്റ്റോറി ഷോർട്ട് സ്റ്റോറി അബൌട്ട് എ കൗ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് മലയാളത്തിലേക്ക് അതിനെ ഒന്ന് തർജ്ജമ ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ മസിലിന് എഴുതിയേക്കുന്നതിൻ്റെ സ്പെല്ലിങ് തെറ്റിയേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പേശി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിനകത്ത് കണ്ടോ, ഇവിടെ മസിലിന് എഴുതിയേക്കുന്നതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. കാരണം ഇത് ചൈനീസ് ആയതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട്. ഈ കഥ എഴുതിയതിനകത്ത് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചാറ്റ് ജി പി ടി എഴുതിയ കഥയ്ക്കാണ്. അപ്പോൾ ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ചിലപ്പോൾ വരാമെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഇനി അടുത്തായിട്ട് എഴുതിയത് ഒരു പോയമാണ്. 4 വരിയുടെ ഒരു പോയ എഴുതാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഡീപ് സീക്ക് എഴുതി തന്നേക്കുന്ന കവിതയൊന്ന് വായിച്ചു നോക്കാം. ഇതേപോലെ തന്നെ ഇതാണ്: നീലാകാശത്തിൽ അവൾ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു. തൂവൽ ചിറകുകളോടെ അവൾ വസന്തത്തിലേക്ക് പറക്കുന്നു. ചീളുകളുടെയും വിളികളുടെയും ഒരു സിംഫണി. പറക്കലിൽ പ്രകൃതിയുടെ കൃപ ആരെയും ആകർഷിക്കുന്നു. ഒരു വൃത്തി ഇല്ലാത്തൊരു കവിതയായിപ്പോയി. എന്തായാലും നമ്മുടെ ചാറ്റ് ജി പി ടി എഴുതുന്ന കവിത ഇതേപോലെ തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് അടിച്ച് നോക്കാം. മലയാളത്തിലേക്കൊന്നും തർജ്ജമ ചെയ്യാം. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും നമുക്ക് ആ വാക്കുകളിൽ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഈ ചാറ്റ് ജി പി ടി എഴുതിയേക്കുന്നതിനകത്ത് സ്വർണ്ണ നിറത്തിലുള്ള ആകാശത്ത് പക്ഷികൾ ഉയർന്നു പറക്കുന്നു. അവർ ഒഴുകി പറക്കുമ്പോൾ പാട്ടുകൾ പാടുന്നു. കുറച്ചുകൂടെ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മരങ്ങൾക്കിടയിലൂടെയും കടലിന് മുകളിലൂടെയും അവരുടെ സ്വാതന്ത്ര്യം വന്യമായും സ്വതന്ത്രമായും മന്ത്രിക്കുന്നു. കുറച്ചും കൂടെ നല്ല രീതിയിലൊരു കവിതയാണ് ചാറ്റ് ജി പി ടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഡീപ് സീക്ക് എഴുതിയിരിക്കുന്ന ആ ഒരു കവിതയും കഥയും കൊള്ളില്ലെന്നല്ല, അതൊരിക്കലും അത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചാറ്റ് ജി പി ടി തന്നെയാണ് ക്രിയേറ്റിവിറ്റിയിൽ ഒന്നും കൂടെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ അതിന് മുമ്പ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു PDF ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാൻ ഇവിടെ കൃഷ്ണജ, അക്ഷര, അർച്ചന, സുനിത, ശ്രീലക്ഷ്മി എന്ന് എഴുതിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൊടുത്തു. ഇതിനെ ഞാൻ PDF ഫയലാക്കിയിട്ട് നേരെ നമ്മുടെ ചാറ്റ് ജി പി ടിയിലേക്കും കൊടുത്തു. അതുപോലെ തന്നെ നമുക്കുള്ള ഡീപ് സീക്കിലേക്ക് ഞാൻ കൊടുത്തു. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്ന് കൊടുക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഇതിനകത്തോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു. അനലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരുടെയും ആ ഒരു ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം, രണ്ട് കമ്പനീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർസാണ്, എ ടൂൾസാണ്. പക്ഷേ അതിൽ ചാറ്റ് ജി പി ടിനേക്കാളും ഒന്നും കൂടെ മികച്ചതായിട്ട് അനലൈസ് ചെയ്തത് ഡീപ് സീക്കാണ്. വളരെ വ്യക്തതയോടുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, കണ്ടോ. അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും കൂടെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റി തോന്നുന്നതുമായിട്ടുള്ള കാര്യം എന്തായാലും ഡീപ് സീക്കാണ് അവിടെ മികച്ചു നിൽക്കുന്നത്. പിന്നെ ഞാൻ അതിന് മുമ്പ് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് എ ഐനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു.
ഈ ഒരു സിംഗിൾ പാരഗ്രാഫ് വെച്ചുകൊണ്ട് രണ്ടുപേരെയും അങ്ങനെ അങ്ങോട്ട് വലിയ കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസർ പറയാൻ സാധിക്കില്ല, ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ChatGPT തരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. നമ്മൾ സാധാരണ എല്ലാം ന്യൂസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആണെങ്കിൽ ഇവിടെ DeepSeek തന്നിരിക്കുന്ന ആൻസർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം കറൻ്റ്ലി നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ട്രെൻഡ് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ തരുന്നത് പോലെ എനിക്കിവിടെ തോന്നിപ്പോയി. അതായത് DeepSeek എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, അതൊരു അനലൈസിങ് ടൂളാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു DeepSeek യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന് മുമ്പുള്ള ഡേറ്റനെ വിശകലനം ചെയ്ത് അത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് കൊടുത്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയാണല്ലോ DeepSeek ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞപ്പോഴും അത് ചെയ്തിരിക്കുന്നത്. ChatGPT തന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ബ്ലോഗ് ഒക്കെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കാരണം ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, കഥ, കവിത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, ഞാനിപ്പോൾ ഈ ChatGPT ഇന്നല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് നാളുകളായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ക്രിയേറ്റീവാണ്. പക്ഷേ അതേസമയം DeepSeek എന്ന് പറയുന്നത് അങ്ങനെ അത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉള്ളതല്ല. നിങ്ങളൊരു കണ്ടന്റ് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇനി നിങ്ങൾ ഇത് യൂസ് ചെയ്തേക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.